ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നല്ല ഉഗ്രനൊരു മാവേലിയെ വരയ്ക്കാനാണ്. ഇപ്പോൾ നമുക്ക് ഓണക്കാലമൊക്കെ അടുത്ത് വരുന്ന ഈ സമയത്ത് നമ്മുടെ ജോലി സ്ഥലത്തോ സ്കൂളിലോ കോളേജിലോ ഒക്കെ നമുക്ക് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മാവേലിയാണ് നിങ്ങളെ ഇന്ന് വരയ്ക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൻ്റെ അവസാനം വരെ കാണണം. ഞാൻ ആദ്യം ചെയ്തത് നെറ്റിൽ നിന്നൊരു മാവേലിയുടെ റെഫറൻസ് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം ഞാനൊരു ഫുൾ സൈസ് ചാർട്ടിൽ ഞാൻ മുഴുവൻ വരച്ചെടുത്ത് ഞാനത് കട്ട് ചെയ്തു. അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഇന്നർ സൈഡിലുള്ള മാവേലിയുടെ കണ്ണ്, മൂക്ക്, അങ്ങനെ ഇന്നർ സൈഡിലുള്ള പോർഷൻസ് എല്ലാം ഞാനിപ്പോൾ വരച്ച് എടുക്കുകയാണ്. കറക്റ്റായിട്ട് ആ റെഫറൻസ് പിക്ക് നോക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം അത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പോരായ്മയുണ്ട്. കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലിയാണ്. അപ്പം ഹൊറിസോണ്ടലി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല, വെർട്ടിക്കലി ആയിപ്പോയി. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എന്നാലും ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്കൂളിലത്തേക്ക് വേണ്ടിയാണ്. ഞാൻ അമൃത വിദ്യാലയ ഹരിപ്പാട് സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറാണ്. അപ്പോൾ സ്കൂളിൽ ഓണത്തിൻ്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് അവിടെ ഡെക്കറേഷൻ്റെ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഞാനത് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു 5 ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ബാക്കിയുള്ളവർക്കും കൂടെ അവരവരുടെ ഓരോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ട് വരുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഓണത്തിൻ്റെ സമയമുണ്ട്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ആവശ്യപ്പെടും. കളർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫേവർ പെയിൻ്റാണ്. ഫേവർ പെയിൻറ്റിൽ ഞാൻ യെല്ലോ, മെറൂൺ, വൈറ്റ്, ബ്രൗൺ എന്നീ കുറച്ച് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ബ്രൗൺ എടുത്ത് അതിൻ്റെ മാവേലിയുടെ വയറും ബാക്കി സ്കിൻ ടോണൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ബ്രൗണും യെല്ലോയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. വയറ് തൊട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. അപ്പം വയറിൻ്റെ ആദ്യത്തെ ആ തുണി, ആ ക്ലോത്ത് തുടങ്ങുന്ന ആ വശത്ത് കുറച്ചുകൂടി ഡാർക്ക് പോർഷൻ ആയതുകൊണ്ട് ഡാർക്ക് പോർഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ സൈഡിൽ ഞാൻ കുറച്ച് കനത്തിൽ തന്നെ ചെയ്തു. അപ്പം ഈ ബ്രൗൺ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് മുകളിലോട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരുമ്പോഴത്തേനും അതൊരു യെല്ലോയിഷ് കളറായിട്ട് വരും, ബ്രൗണിൻ്റെ തന്നെ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ബ്രൗൺ കുറച്ചും കൂടെ ഷെയ്ഡ് വരുമ്പോൾ അതൊരു യെല്ലോയിഷ് കളറിലോട്ട് വരും. അത് കുറച്ചും കൂടെ ലൈറ്റ് കളറായിട്ട് വരും. അത് കുറച്ചുകൂടെ ബെറ്ററാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് പോലെ നമുക്കിത് കാണുമ്പോഴത്തേനും ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത ഒരു രീതിയിലോട്ട് അതായി വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് മാവേലിയുടെ ചെസ്റ്റിൻ്റെ പോർഷനും വരച്ച് തീർന്നിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി അടുത്തത് മാവേലിയുടെ കുടയാണ് വരയ്ക്കുന്നത്. ആ കുടയ്ക്കും ഓൾമോസ്റ്റ് നല്ല ഡാർക്ക് ബ്രൗണിഷ് കളറാണ് വരുന്നത്. അതേപോലെ തന്നെ റെഫറൻസിലുള്ള പോലെ തന്നെ മാവേലിയുടെ ആ കുടയും ആ സെയിം പാറ്റേണിൽ തന്നെ അത് വരച്ച് തീർക്കാം. കുട നമ്മൾ വരയ്ക്കുമ്പോഴത്തേനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കുടയുടെ അകത്ത് നമുക്ക് മാവേലിയുടെ കിരീടം വരുന്നുണ്ട്.
അപ്പം ഈ കിരീടം വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ലൈൻസ് കിരീടത്തിൻ്റെ ലൈൻസിനകത്ത് സ്പ്രെഡ് ആവാതെ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഔട്ടിൽ കൂടെ തന്നെ കിരീടത്തിൻ്റെ ഔട്ടിൽ കൂടെ തന്നെ നമുക്കത് വരച്ചെടുക്കേണ്ടതുണ്ട്. മുഖം വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മുഖത്ത് ഒരുപാട് കുഴികളൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ കവിളിൻ്റെ ഒക്കെ സൈഡ് പൊങ്ങി നിൽക്കുന്ന ഈ സൈഡിൽ ഈ മൂക്കിനോട് ചേർന്ന് നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരിക്കും വരുന്നത്. അവിടെ കുഴികളുള്ളത് കൊണ്ട് തന്നെ ഡാർക്ക് ഷെയ്ഡായിരിക്കും വരുന്നത്. അപ്പോൾ മാവേലിയുടെ ഈ കുഴികൾ ഈ മൂക്കിനോട് ചേർന്നിട്ടുള്ള ഈ രണ്ട് സൈഡിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. പിന്നെ ഈ കണ്ണിൻ്റെ ഒക്കെ സൈഡിലും ഓൾമോസ്റ്റ് എല്ലാം ഡാർക്ക് ഷെയ്ഡായിരിക്കും വരുന്നത്. അപ്പം ആ കണ്ണിൻ്റെ സൈഡ് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ലൈറ്റ് ആ കവിളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റായിട്ട് കൊടുത്ത് ആ ഒരു രീതിയിലാണ് നമ്മൾ വരച്ച് വരുന്നത്. അടുത്തത് ഞാൻ മാവേലിയുടെ ഡ്രസ്സ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പം മാവേലിയുടെ ഡ്രസ്സിൻ്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ചുളുക്കുകൾ വരുന്നുണ്ട്. അപ്പം ഈ ചുളുങ്ങി കിടക്കുന്ന ഭാഗങ്ങളിൽ ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബ്ലാക്ക് കളറിൻ്റെ അതേ രീതിയിൽ തന്നെ തിക്നെസ്സിൽ ആ ഒരു തിക്നെസ്സിൽ തന്നെ വരയ്ക്കാതെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിൻ്റെ തിക്നെസ് കുറച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഓരോ ഷെയ്ഡുകളും വരച്ച് ചേർക്കുന്നത്.
ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച് അടിപൊളിയായിട്ട് വരച്ച് റെഡിയാക്കിയിട്ടുള്ള നമ്മളെ മാവേലിനെ ഒരു തെർമോക്കോൾ വാങ്ങിച്ചിട്ട് അതിൽ കറക്റ്റായിട്ട് വെച്ച് ഇതിൻ്റെ ഔട്ട്ലൈൻ മാവേലിയുടെ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് തെർമോക്കോളെ വരച്ച് ചേർത്തിട്ട് ഒരു കട്ടർ വെച്ച് കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്തെടുത്ത് മാവേലിയുടെ ഔട്ടർ ലൈനും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാനാണ് എൻ്റെ പ്ലാൻ. അതാകുമ്പോഴത്തേനും കുറച്ചും കൂടെ നമുക്ക് 3D എഫക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഡ്രോയിങ് വർക്കോ ഡെക്കറേഷൻ വർക്കോ ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങളിത് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. അവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.